നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കഥ നോമ്പ് കാലത്തെ ഒരു തമാശ കഥയാണ്. അതൊക്കെ ഇന്നിങ്ങനെ ഓർക്കുമ്പോൾ ചിരി വരും. ഞാൻ 3ാം ക്ലാസ്സിൽ 4ലൊക്കെ പഠിക്കുന്ന കാലം, ചെറിയ കുട്ടിയായിരുന്ന കാലം. വീട്ടിൽ പുലർച്ചെ അത്താഴത്തിന് എഴുന്നേൽക്കും, എല്ലാവരുടെ കൂടെ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഉമ്മാൻ്റെ വിചാരം എനിക്ക് നോമ്പുണ്ടെന്നാണ്. വീട്ടിൽ നിന്ന് മദ്രസയിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നോമ്പുണ്ടാവും, വീട്ടിൽ നിന്നൊന്നും കഴിക്കില്ല. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണം തരും. അന്ന് കൂടുതൽ പത്തിരിയും കൂടുതൽ കറിയും കൂടുതൽ തരിക്കഞ്ഞി, ഇങ്ങനെ. കാരണം ചെറിയ കുട്ടിയാണ്, നോമ്പെടുത്തതല്ലേ, ആ ഒരു രീതിയിലാണ് തരുന്നത്. എന്നാൽ സത്യത്തിൽ അന്ന് നമുക്ക് നോമ്പുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുമ്പോൾ നോമ്പുണ്ടാവും. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ, സ്കൂളിൽ നിന്നാണെങ്കിലും മദ്രസ നിന്നാണെങ്കിലും, ഇപ്പോൾ സ്കൂളിൽ നിന്നാണെങ്കിൽ ഓരോ പീരീഡ് കഴിയുമ്പോഴും നമ്മൾ പുറത്തിറങ്ങും. എന്തിനാ പുറത്തിറങ്ങുന്നത്? മുഖം കഴുകാനാണ്. ഈ മുഖം കഴുകുന്ന സമയത്ത് പകുതി വെള്ളം ഉള്ളിലേക്കാണ് പോകുക. അപ്പം ഒരു വട്ടം എന്നല്ല, പല തവണ മുഖം കഴുകും. ഈ പല തവണ മുഖം കഴുകുമ്പോഴും അത്രയും വെള്ളം ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ദാഹം തീർക്കും. അപ്പോഴും ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിച്ച് ദാഹം തീർക്കും. അതുപോലെ തന്നെയാണ് വീട്ടിൽ നിന്ന് കുറേ അകലെ ഒരു വലിയൊരു വിശാലമായ പറമ്പുണ്ട്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അകലെയാണ്. ഈ വിശാലമായ പറമ്പിൽ ഇഷ്ടം പോലെ മാവുകളുണ്ട്. അതുപോലെ ഈ പറങ്കി മാങ്ങ ഇതൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് ഈ മാങ്ങ എറിഞ്ഞ് താഴേക്കിടും. എന്നിട്ട് ഈ മാങ്ങ എടുത്ത് ഭക്ഷിക്കും. അതുപോലെ പറങ്കി മാങ്ങയും. ഇതൊക്കെ തിന്ന് വേറൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും ഈ പാവം ഉമ്മാക്കറിയില്ല. ഇതൊന്നും ഇപ്പം ഉമ്മ കേൾക്കാതിരിക്കണം നല്ലത്. അപ്പം അങ്ങനെ എന്താ വെച്ചാൽ ഇതൊന്നും ഉമ്മാക്കറിയില്ല. ഉമ്മാൻ്റെ വിചാരം എന്താണ്, ഈ പാവം നോമ്പൊക്കെ നോക്കി ക്ഷീണിച്ച് വരികയാണ്, അതുകൊണ്ട് നല്ല ഭക്ഷണം കൊടുക്കണം. ഒരു ഉമ്മ തിന്നാതെ ഉമ്മാൻ്റെ ഭക്ഷണം കൂടി നമുക്ക് തരും. ഇങ്ങനെ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ. ഒരിക്കലും ഇതുപോലെ ഈ പള്ളിയിൽ പോകുന്ന സമയത്ത് 3 തവണ മുഖം കഴുകുന്നതിന് പകരം ഞാൻ 6 തവണ മുഖം കഴുകി. ഇത് പള്ളിയിൽ ഉസ്താദ് ഇങ്ങനെ മാറി നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉസ്താദ് എന്നോട് ചോദിച്ചു, അല്ലടാ ഒളു എടുക്കുമ്പോൾ എത്ര തവണ മുഖം കഴുകുക? ഞാൻ പറഞ്ഞു, ഉസ്താദെ 3 തവണ. ഇപ്പം നീ എത്ര തവണ മുഖം കഴുകി? 6 തവണ. അപ്പോൾ ഈ 6 തവണ മുഖം കഴുകിയത് എന്തിനാണ്? ഉസ്താദിന് മനസ്സിലായി, എനിക്കും മനസ്സിലായി. ഈ 6 തവണ മുഖം കഴുകുമ്പോഴും വെള്ളം ഉള്ളിലേക്ക് പോകുന്നുണ്ട്, വയറ്റിലേക്ക് പോകുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ക്ഷീണം മാറ്റും. അന്ന് ഉസ്താദ് എന്നെ ചീത്ത പറഞ്ഞു, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് ഇത്തരം വികൃതികളൊക്കെ ചെയ്തിരുന്നത്. ഇതുപോലെ എൻ്റെ മറ്റൊരു അനുഭവം, ഇത് കുറച്ച് വേദനിക്കുന്ന അനുഭവമാണ്. മുമ്പ് 17 ആയി കഴിഞ്ഞാൽ അന്ന് എൻ്റെ വല്യമ്മ, ഉപ്പായുടെ ഉമ്മ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പായുടെ ഉമ്മ എന്ത് ചെയ്യും, അന്ന് ഈ കാശുള്ള ആളുകളുടെ വീട്ടിൽ, നാട്ടിലെ അത്യാവശ്യം പണക്കാരുണ്ട്. പണക്കാരെ വീട്ടിലൊക്കെ വല്യമ്മ ഒരു സഞ്ചിയിട്ട് പോകും, അരി വാങ്ങാൻ പോവുക. ചിലപ്പോഴൊക്കെ എന്നെയും വല്യമ്മ കൂട്ടും, ഞാനും വല്യമ്മേൻ്റെ കൂടെ അങ്ങനെ പോയി കൊടുക്കും. അങ്ങനെ വലിയ വീട്ടിലൊക്കെ പോകുമ്പോൾ അരിയും കിട്ടും. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന ഈ മുണ്ട്, ഷർട്ടിൻ്റെ ശീല, തട്ടം, ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ വല്യമ്മക്ക് കൊടുക്കും. പലപ്പോഴും പള്ളിയിൽ പോകാനും സ്കൂളിൽ പോകാനും മദ്രസ പോകാനൊക്കെ അവിടുന്ന് കിട്ടിയ ഡ്രസ്സ്, പ്രത്യേകിച്ച് തുണി, അതുപോലെ ഷർട്ടിൻ്റെ പീസ്, ഈ തുണി എടുത്താണ് അന്ന് പള്ളിയിൽ പോയിരുന്നതും അതുപോലെ തന്നെ സ്കൂളിലും മദ്രസിലൊക്കെ പോയിരുന്നത്. ഈ ഷർട്ടിൻ്റെ പീസ് കിട്ടിയാൽ അതുകൊണ്ട് എനിക്കും ജ്യേഷ്ഠനൊക്കെ അന്ന് ഷർട്ട് അടിക്കും. പക്ഷെ ഇത് അന്ന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, കാരണം ഇങ്ങനെ കിട്ടുക എന്നുള്ളത്. പലപ്പോഴും ഡ്രസ്സ് എടുക്കാൻ കാശുണ്ടാവില്ല. പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുന്നല്ലാതെ പിന്നെ ഒരിക്കലും ഡ്രസ്സ് എടുക്കാറില്ല. അപ്പോഴൊക്കെ ഇത്തരം ഡ്രസ്സുകൾ വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു സംഭവമാണ് സക്കാത്ത് കൊടുക്കൽ. നോമ്പ് 26 ആവുന്ന സമയത്ത് 27ാം രാവിന് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഈ സക്കാത്തിന് ഇറങ്ങും. അന്ന് ഞാനും എൻ്റെ ജ്യേഷ്ഠനൊക്കെ, കാരണം അന്ന് കിട്ടുന്ന കാശാണ് പെരുന്നാളിന് ഉപകരിക്കുന്നത്. അന്ന് പെരുന്നാൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഈ സക്കാത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം. ഞാനും ജ്യേഷ്ഠനൊക്കെ കുറേ ദൂരം നടക്കും, ഓരോ വീടുകളും കയറി ഇറങ്ങും. അന്നത്തെ കാലം ചില വീടുകളിൽ നിന്ന് 1 രൂപ കിട്ടും, ചില വീട്ടിൽ നിന്ന് 50 പൈസ കിട്ടും, ചില വീട്ടിൽ നിന്ന് ജ്യേഷ്ഠന് 5 രൂപ കിട്ടും, എനിക്ക് 10 രൂപ കിട്ടും. അപ്പം അങ്ങനെയൊക്കെ അന്ന് ഒരുപാട് വീടുകൾ, 1ഉം 2ഉം വീടുകൾ, കിലോമീറ്ററുകളോളം നടക്കും. അന്ന് എത്ര നടന്നാലും ചിലപ്പോൾ കിട്ടുക 100 200 രൂപയാണ്. പല വീടുകൾ 50 പൈസ, 1 രൂപ, 2 രൂപ, ഇങ്ങനെയൊക്കെയുള്ള നാണയങ്ങളൊക്കെ കിട്ടുക. കാരണം അന്ന് നടക്കാനുള്ളൊരു കാരണം, അന്ന് ഇത്രയും പണം കിട്ടാത്തൊരവസ്ഥ, കാശ് ഇല്ലാത്തൊരവസ്ഥ. പെരുന്നാൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ, പെരുന്നാൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഈ സക്കാത്ത് കിട്ടിയിട്ട് വേണം. അങ്ങനെ ഈ സക്കാത്ത് കൊണ്ടാണ് പെരുന്നാൾ ആഘോഷിച്ചിരുന്നത്. ഈ രീതിയിൽ അന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അന്ന് ഇത്തരം സക്കാത്തിന് പോയിട്ടുണ്ട്. അന്ന്
അതൊരു ആവശ്യമായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് അതൊരു ആവശ്യമല്ല. പക്ഷെ അന്ന് ഇതിൻ്റെ ഗൗരവം നമുക്കൊന്നും അറിയുമായിരുന്നില്ല. കാരണം ഒരിക്കലും സക്കാത്ത് ഇങ്ങനെ പോയി വാങ്ങേണ്ട ഒന്നല്ല. അത് തെറ്റാണ്. പക്ഷേ ചെറിയ കുട്ടികളായിരുമ്പോൾ നമുക്ക് അതൊന്നും അറിഞ്ഞിരുന്നില്ല. അതൊരു കാരണം. മറ്റൊരു കാരണം അന്നത്തെ ദാരിദ്ര്യം. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ ഈ സക്കാത്തിന് പോയിരുന്നത്. ഒരിക്കലും സക്കാത്ത് വീടിൻ്റെ മുമ്പിൽ വന്ന് വാങ്ങേണ്ടതല്ല. കാശുള്ള ആളുകൾ അർഹതപ്പെട്ടവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ സക്കാത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. സക്കാത്ത് ഒരു കാലത്ത് സക്കാത്ത് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു കാലം വരുമ്പോൾ നമുക്ക് പണം കൂടുമ്പം കാശിൽ കയ്യിൽ വരുമ്പോൾ ബർക്കത്ത് കൂടുമ്പോൾ പാവങ്ങളെ കണ്ടെത്തി സക്കാത്ത് കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മൾ അർഹതപ്പെട്ട ആളുകളുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കണം. ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ മറ്റൊരു അനുഭവമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.